താസ കളക്ഷന്റെ പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ചൈനീസ് ടോപ്പ് ഇതിന് വെറും 299 ആണ് റേറ്റ് വരുന്നത്. ഗേൾസ് പാൻസ് 199 ഓൺലി. 299 രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ, വെറും 150 രൂപയ്ക്ക് ലേഡി ഷോർട്സ്. സൂപ്പർ ഡേ ടീഷർട്ട് 400 രൂപ മാത്രം. ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 250 രൂപയ്ക്ക്. ലേഡീസ് 3/4 199 ഓൺലി. ഹാഫ് സ്ലീവ് ലേഡി ടീഷർട്ട് വെറും 199 രൂപയ്ക്ക്. മെൻസ് ഹൈ ലക്ഷറി ഫുൾ സ്ലീവ് കളക്ഷൻ വെറും 250 രൂപയ്ക്ക്. താസ ഫാഷൻ മൾട്ടി ബ്രാൻഡഡ് സർപ്ലസ് സ്റ്റോർ, പാലസ് റോഡ്, ചേലക്കര. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ തുടർന്ന് മുള്ളൂർക്കര തിരുവാണിക്കാവ് വേല ഇത്തവണ ചടങ്ങായി മാത്രം നടത്തും. ക്ഷേത്രം പുതുക്കി പണിയുന്നതിനാലാണ് ഉത്സവാഘോഷങ്ങൾ മാറ്റിവെച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ വേല മഹോത്സവം മാറ്റിവെച്ചു. ചടങ്ങായി നടത്തുവാൻ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചു. പ്രശസ്തിയാർജിച്ച മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രവും മറ്റ് വിവിധ ദേശക്കാരും നടത്തുന്ന വേല മഹോത്സവം ഈ മാസം 28-നാണ് നടത്താനിരുന്നത്. എന്നാൽ വർഷങ്ങളോളം പഴക്കമുള്ള തിരുവാണിക്കാവ് ക്ഷേത്രം പൊളിച്ച് പുനരുദ്ധരിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രം ഭാരവാഹികളും മറ്റ് വിവിധ ദേശക്കാരും പൂരം മാറ്റിവെക്കാൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം 20-നും പൂരത്തിന്റെ കൊടിയേറ്റ കർമ്മം 22-നുമാണ് നടക്കാൻ നിശ്ചയിച്ചിരുന്നത്. അതിനെല്ലാം മാറ്റം വരുത്തിയാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ പൂജകളും മറ്റും നടക്കുന്നുണ്ട്. ഭക്തർ വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തുണ്ടായിരുന്ന പഴയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കല്ലുകളും മരങ്ങളും മാറ്റി തുടങ്ങി. പുതിയ ഭാവത്തിലും രൂപത്തിലും ക്ഷേത്രം നിർമ്മിക്കുന്നതിനെ തുടർന്നാണ് ഇത്തരം സാഹചര്യമുണ്ടായതെന്ന് ഭാരവാഹികളായ പി ഉണ്ണികൃഷ്ണൻ, പി എസ് രവീന്ദ്രൻ, സജിത് തുടങ്ങിയവർ പറഞ്ഞു. ഈ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തിരുവാണിക്കാവ് അമ്പലം പുതുക്കി പണിയുന്നതിന് വേണ്ടി ആദ്യം ഒരു 2015 അഷ്ടമംഗല പ്രശ്നം നടത്തേണ്ടായി. അത് ഈ പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസർ ദിലീപ് വെള്ളോടി സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുൻകൈ എടുത്തിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് അഷ്ടമംഗല പ്രശ്നം നടത്തിയതിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് നടത്താൻ പറ്റാതെ വരികയുണ്ടായത്. പിന്നീട് ഇപ്പോൾ ഈ അടുത്ത് ഏകദേശം 1 വർഷം മുമ്പ് അദ്ദേഹം വീണ്ടും അമ്പലത്തിലേക്ക് തൊഴാൻ വന്നപ്പോൾ വീണ്ടും അത് ചെയ്യാമെന്ന് അദ്ദേഹം പറയണ്ടായി. അതിനോടനുബന്ധിച്ച് പിന്നെ അവരുടെ എൻജിനീയറിംഗ് വിഭാഗം മറ്റവരുടെ സ്റ്റാഫ് ഇവരൊക്കെ കൂടി മുൻകൈ എടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ട് ക്ഷേത്രത്തിൽ വന്നിട്ട് അളവെടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടായി. അങ്ങനെ അളവൊക്കെ എടുത്ത് അവരവസാനം ഈ പണികളെല്ലാം ഇതിൻ്റെ കല്ലിൻ്റെ പണി കന്യാകുമാരിയിലും മരത്തിൻ്റെ പണി ഇളവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെട്ടെന്ന് ഞങ്ങളെ വിളിച്ച് പറയണ്ടായി, അതായത് പെട്ടെന്ന് പണി നടത്തണം, കല്ലിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കന്യാകുമാരിയിൽ നിന്ന്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ട് പണി പെട്ടെന്ന് നടത്തിയിട്ട് വേണം, അല്ലെങ്കിൽ 2-3-4 മാസം വേണം പണി പൂർത്തീകരിക്കാൻ. പണിക്ക് 4 മാസം 5 മാസം പിടിക്കുന്നതാണ് അവർ നമ്മളോട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്ത്രിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തന്ത്രി പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം, രാശി വെച്ച് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്നുള്ളത് ഭഗവതിയുടെ ഹിതം അറിഞ്ഞതിന് ശേഷം. അപ്പോൾ എല്ലാ പൂര കമ്മിറ്റിക്കാരെയും ബന്ധപ്പെട്ട ഉത്സവ കമ്മിറ്റിക്കാരെയൊക്കെ വിളിച്ചിട്ട് അവരെയും കൂടി അറിയിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അത് പ്രകാരം നമ്മൾ 9/12/25 തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു രാശിപ്രശ്നം ദേശത്ത് പണിക്കരെ വെച്ചുകൊണ്ട് നടത്തണ്ടായി. അതിൽ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവതിക്ക് തൃപ്തിയാണ്. അതായത് ഈ നമ്മുടെ പുനരുദ്ധാരണം കഴിഞ്ഞ ഉടനെ നമുക്ക് ചടങ്ങായിട്ട് പിന്നീട് അത് നടത്താം. ശ്രീകോവിലിൻ്റെ പണി ആദ്യം കഴിയും. അത് കഴിഞ്ഞ ഉടനെ അതുവരെ തൽക്കാലം ഭഗവതിനെ ബാലാലയത്തിലേക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഡിസംബർ 16-ാം തീയതി ബാലാലയത്തേക്ക് ഭഗവതിയെ മാറ്റി പ്രതിഷ്ഠിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ പണി പിന്നീട് ആരംഭിക്കുകയാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് CCV.